ഏവർക്കും ക്യൂൻ മേരി ടോക്സിലേക്ക് സ്വാഗതം. മത്തായി 26:63. യേശുവാകട്ടെ നിശബ്ദനായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് നിശബ്ദതയെ കരുത്താക്കിയ യേശുവിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. മൗനം വളരെ അമൂല്യമാണെന്നാണ് ഈശോ പറയുന്നത്. അതുകൊണ്ടാണ് യേശുവാകട്ടെ നിശബ്ദനായിരുന്നു എന്ന് പറയുന്നത്. സങ്കീർത്തനം 141:3 തിരുവചനം പറയുന്നു, കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവൽ ഏർപ്പെടുത്തണമേ. മൗനം എന്നത് സംഭാഷണത്തിലുള്ള മിതത്വം മാത്രമല്ല, അത് സദാ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. നിശബ്ദതയുടെ മൂല്യം വിവേചിച്ചറിയുവാൻ നമുക്ക് യേശുവിൻ്റെയും മറിയത്തിൻ്റെയും മാതൃക നമുക്ക് സ്വായത്തമാക്കാം. വിശുദ്ധരും മറ്റ് പല മഹത് വ്യക്തികളും ഉയർച്ചയിലെത്തിയത് നിശബ്ദതയെ സ്നേഹിച്ചുകൊണ്ടാണ്. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. സുഭാഷിതം 4:23 വചനം പറയാണ്. നിശബ്ദതയിലായിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവസ്വരം കേൾക്കാനും അവിടുത്തെ വെളിപ്പെടുത്തലുകൾ ഗ്രഹിക്കാനും സാധിക്കുന്നത്. അതിനാൽ നമുക്കും ജീവിതത്തിൽ നിശബ്ദതയുടെ മാഹാത്മ്യത്തെ സ്വന്തമാക്കാം. നിശബ്ദത എന്ന് പറയുന്നത് സൗമ്യതയാണ്. ഇപ്പം നമ്മളെ മറ്റുള്ളവർ കുറ്റം ചുമത്തുമ്പോഴും ചുമത്തുമ്പോൾ നമ്മൾ ന്യായീകരിക്കാതിരിക്കുമ്പോൾ, അതുപോലെ തന്നെ അവകാശവാദങ്ങൾ ഉന്നയിക്കാതിരിക്കുമ്പോഴും നമുക്ക് നിശബ്ദത സൗമ്യതയാണ്. പിന്നെ നിശബ്ദത എന്ന് പറയുന്നത് കരുണയാണ്. നമ്മൾ നമ്മുടെ സഹോദരരുടെ കുറ്റങ്ങൾ വെളിപ്പെടുത്താതിരിക്കുമ്പോഴും കഴിഞ്ഞതെല്ലാം മറന്ന് നമ്മൾ ക്ഷമിക്കുമ്പോഴേ, മറ്റുള്ളവരെ വിധിക്കാതെ ഹൃദയത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിശബ്ദത കരുണയാണ്. നിശബ്ദത എന്ന് പറയുന്നത് ക്ഷമയാണ്. സഹനങ്ങളെ മുറുമുറുപ്പില്ലാതെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ, മാനുഷിക സാന്ത്വനങ്ങളൊന്നും പ്രതീക്ഷിക്കാത്തപ്പോഴേ നമ്മൾ തിടുക്കം കൂട്ടാതെ വിത്ത് മുളയ്ക്കാൻ സമയം കൊടുത്തുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുമ്പോഴേ നിശബ്ദത ക്ഷമയാണ്. നിശബ്ദത എളിമയാണ്. മത്സരിക്കാതെ മറ്റുള്ളവരെ നമ്മളെക്കാൾ വലിയവരായി കരുതുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ ഉയരാനും വളരാനും പക്വത പ്രാപിക്കാനും നമ്മൾ മനസ്സാകുമ്പോൾ, എല്ലാം സന്തോഷത്തോടെ ദൈവത്തിനായി വിട്ടുകൊടുക്കുമ്പോഴും, അതുപോലെ നമ്മളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോൾ, ധരിപ്പിക്കപ്പെടുമ്പോൾ, നമ്മളെ മറ്റുള്ളവർ നമ്മുടെ പ്രവൃത്തികളൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കും. അപ്പോഴേ നമ്മുടെ നേട്ടങ്ങളുടെ മഹത്വം മറ്റുള്ളവർക്കായി വിട്ടുകൊടുക്കുമ്പോൾ നിശബ്ദത എളിമയാണ്. അതുപോലെ നിശബ്ദത വിശ്വാസമാണ്. ദൈവം തക്ക സമയത്ത് പ്രവർത്തിച്ചുകൊള്ളും എന്ന് വിശ്വസിച്ച് നമുക്ക് ശാന്തനായിരിക്കാം. ലോക ശബ്ദങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ് ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ, ദൈവം നമ്മളെ മനസ്സിലാക്കുന്നു എന്നതിൽ തൃപ്തി കെട്ടുകൊണ്ട്, മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവം മനസ്സിലാക്കും എന്നുള്ള വിശ്വാസം, അതും നിശബ്ദതയാണ്. അതുപോലെ നിശബ്ദത എന്ന് പറയുന്നത് ആരാധനയാണ്. എന്തുകൊണ്ടെന്ന് ചോദിക്കാതെ നമ്മൾ കുരിശിനെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അത് ആരാധനയായി മാറുന്നു. അതുപോലെ സ്തെഫാനോസ് 1:7 പറയുന്നു, ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ, എന്തെന്നാൽ കർത്താവിൻ്റെ ദിനം ആസന്നമായിരിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നതാണ്. അതുപോലെ സങ്കീർത്തകൻ പറയുന്നതാണ്, ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നിശബ്ദതയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളോട് പറയുന്നത് എന്താണ്, ദൈവത്തിന് എന്താണ് നമ്മളോട് സംസാരിക്കാനുള്ളതെന്ന് നമുക്ക് സശ്രദ്ധം കേൾക്കാം. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞും എപ്പോഴും വർത്തമാനം പറഞ്ഞും വെറുതെ സമയം കളയാതെ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് നിശബ്ദതയെ സ്നേഹിച്ച ഈശോയുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമുക്ക് ഈശോയോട് ചേർന്നിരിക്കാം. അതിനുവേണ്ടി നമുക്ക് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം.
നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.